നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് SCERT 10ാം ക്ലാസ് പാഠപുസ്തകത്തിൽ ഉള്ള അധ്യായത്തിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പറയുന്നതെന്നാണ്. നമ്മൾ ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസും അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് നമ്മൾ ഇതിനു മുൻപ് എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ ക്ലാസ് കണ്ടതിന് ശേഷം അതൊന്ന് പോയി കാണാൻ നോക്കുക. അതിൽ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒന്നിലധികം വീഡിയോ നമ്മൾ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾ അതൊന്ന് പോയി കാണാൻ ശ്രമിക്കുക. നമ്മളിവിടെ ബേസിക്കായിട്ട് SCERTയുടെ 10ാം ക്ലാസ്സിൽ പറയുന്ന കാര്യം മാത്രമാണ് പറയുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെങ്ങും പോകുന്നില്ല. 10ാം ക്ലാസ് പാഠപുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളെ മാത്രം ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ബ്രിട്ടീഷുകാർ 1935 പാസ്സാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിതയാണ് റിപ്പബ്ലിക്കായി മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്നത്. എന്താണ് നമ്മൾ പറഞ്ഞത്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, അതാണ് നമ്മൾ ഇന്ത്യ റിപ്പബ്ലിക്കായിട്ട് മാറുന്നത് വരെ നമ്മുടെ രാജ്യം പിന്തുടർന്ന നിയമസംഹിത എന്ന് പറയുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ്. നമ്മുടെ ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥകളും ഈ നിയമത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. നമ്മുടെ ഭരണഘടനയിലേക്ക് വേണ്ട പ്രധാനപ്പെട്ട പല ആശയങ്ങളും നമ്മൾ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്നും എടുത്തിട്ടുണ്ട്. 2 പോയിന്റുകളാണ് മെയിനായിട്ട് പറഞ്ഞത്. അത് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടുമുള്ളതെന്ന് നോക്കിയാൽ 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ, കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ, കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായിട്ട് അധികാരം വിഭജിച്ചു. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ, 321 വിഭാഗങ്ങളും 10 പട്ടികകളും. ഇത് ജസ്റ്റ് 10ാം ക്ലാസ്സിലെ SCERT പാഠഭാഗത്തിലുള്ള ഒരു ചാർട്ടാണ്. അത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഭരണഘടനാ നിർമ്മാണത്തിലേക്ക് 1946 അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായിട്ട് ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷൻ്റെ പ്രധാന നിർദ്ദേശങ്ങളിലൊന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യക്കായിട്ടുള്ള ഒരു നിയമസംഹിത. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഇന്ത്യൻ ഭരണഘടന അത് എഴുതി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട്, ഒരു ഭരണഘടന നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് രൂപം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് അഥവാ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ് നമ്മുടെ ഭരണഘടന തയ്യാറാക്കിയത്. അതിൽ വിദഗ്ധരായ ഒരുപാട് അംഗങ്ങളുണ്ടായിരുന്നു. പല രാഷ്ട്രങ്ങളിൽ നിന്നും, അതുപോലെ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്നുമൊക്കെ പല ആശയങ്ങളും കടം കൊണ്ട് അത്രയും ബൃഹത്തായ ഒരു ഇന്ത്യൻ ഭരണഘടന നമുക്ക് എഴുതി തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഭരണഘടന നമുക്ക് വേണം, സ്വതന്ത്ര ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് 1946 അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായിട്ട് ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷൻ്റെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യക്കായിട്ടുള്ള ഒരു നിയമസംഹിത. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളതെന്ന് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 ആദ്യ സമ്മേളനമാണ് 1946 ഡിസംബർ 9. തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. എന്നാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകൃതമായത്? ആരായിരുന്നു ആദ്യത്തെ താൽക്കാലികമായിട്ടുള്ള അധ്യക്ഷൻ? ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് പോയി കാണുക. ഇതിന് ശേഷം കുറേ പോയിന്റുകൾ, ഈ ഒരു എപ്പിസോഡിൽ കിട്ടാത്ത പോയിന്റുകളെല്ലാം ആ വീഡിയോയിലുണ്ടാവും. അതുകൂടിയിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.
ഭരണഘടന അംഗീകരിച്ച് അത് ഒപ്പുവെച്ചത് 1949 നവംബർ 26-ന്. നിലവിൽ വന്നത് 1950 ജനുവരി 26-ന്. അന്നാണ് ഇന്ത്യ റിപ്പബ്ലിക്കായത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കറാണ്. നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസവും 17 ദിവസവുമാണ്. അപ്പോൾ എന്താണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകളാണ് നമ്മൾ നോക്കിയത്. ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9 തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഭരണഘടന അംഗീകരിച്ച് അത് ഒപ്പുവെച്ചത് 1949 നവംബർ 26 നിലവിൽ വന്നത് 1950 ജനുവരി 26 അന്നാണ് ഇന്ത്യ റിപ്പബ്ലിക്കായത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കറാണ്. അതുപോലെ നിർമ്മാണ കാലയളവെന്ന് പറയുന്നത് 2 വർഷവും 11 മാസവും 17 ദിവസവുമാണ്. കുറ്റമറ്റ ഭരണഘടനയ്ക്കായിട്ട് ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാകണം നമ്മുടെ ഭരണഘടന എന്ന ആഗ്രഹം അതെഴുതി തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയ്ക്കുണ്ടായിരുന്നു. നമ്മുടെ ഭരണഘടനയുടെ മുഖ്യ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ വിശദ പഠനത്തിന് വിധേയമാക്കുകയുണ്ടായി. മറ്റു രാജ്യങ്ങളിൽ രൂപപ്പെട്ട ഭരണഘടനയുടെ നല്ല വശങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്ക് സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. ഇന്ത്യക്കുള്ള വൈവിധ്യം, ചരിത്ര പാരമ്പര്യം, സംസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് വിദേശ ഭരണഘടനകളിൽ നിന്നും ആശയങ്ങൾ നാം സ്വീകരിച്ചത്. ഇവിടെ ഡോക്ടർ BR അംബേദ്കറിൻ്റെ ഒരു ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വൈവിധ്യങ്ങളുടെ രാജ്യമാണ് അല്ലേ. അങ്ങനെ സ്വാതന്ത്ര്യം ലഭിച്ച വൈവിധ്യങ്ങളുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ നമുക്ക് ഭാഷ തന്നെ പലതുണ്ട്, സംസ്കാരം പലതുണ്ട്, വിശ്വാസങ്ങൾ പലതുണ്ട്. അങ്ങനെയുള്ള ഒരു രാജ്യത്തിന് നമുക്കൊരു കാരണവശാലും ഒരു രാജ്യത്തിൻ്റെ അതേ ഭരണഘടനയെ കടമെടുത്തുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനു മുൻപ് നമുക്കൊരു ഭരണഘടന ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ലതാനും. അപ്പോൾ എന്താണ്, വിശദമായിട്ടുള്ളൊരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്ന തരത്തിൽ നമുക്കൊരു ഭരണഘടന നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഭരണഘടനാ നിർമ്മാണ സമിതി വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനകളെ പഠിക്കുകയും അതിനെല്ലാം ആസ്പദമാക്കി നമ്മുടെ വൈവിധ്യങ്ങളെ കൂടി ഉൾക്കൊണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം അവിടെ നിന്നെടുത്ത് നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യൻ ഭരണഘടനയിലേക്ക് എത്തിയത്. അതുമാത്രമല്ല, ഭരണഘടന രൂപീകൃതമായതിനു ശേഷവും പല പല അമെൻമെൻറ്റുകളിലൂടെ അഥവാ ഭേദഗതികളിലൂടെ കാലാനുസൃതമായിട്ട് മാറ്റങ്ങൾ വരുത്താറുണ്ട്. ചില കാര്യങ്ങൾ ചേർക്കാറുണ്ട്, ചില കാര്യങ്ങൾ എടുത്തു മാറ്റാറുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഭരണഘടനയിലേക്ക് നമ്മുടെ ഭരണഘടന എത്തപ്പെട്ടത്. ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത്. 1950 ജനുവരി 26 നിലവിൽ വന്ന നമ്മുടെ ഭരണഘടനയിൽ എന്തൊക്കെയാണ്? 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും ഉണ്ടായിരുന്നു. 1950 ജനുവരി 26 നിലവിൽ വന്ന നമ്മുടെ ഭരണഘടനയിൽ 22 ഭാഗങ്ങൾ അഥവാ 22 പാർട്ട്, 395 അനുച്ഛേദങ്ങൾ. 395 അനുച്ഛേദങ്ങൾ എന്ന് വെച്ചാൽ 395 ആർട്ടിക്കിളുകൾ, 8 പട്ടികകൾ അഥവാ 8 ഷെഡ്യൂളുകൾ ഉണ്ടായിരുന്നു. ഇനി നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തിനാണ് ഈ സവിശേഷതകളൊക്കെ പറയുന്നത്? ഇത് നിസ്സാരമായ കാര്യമല്ലേ എന്ന് വിചാരിച്ചാൽ, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മളെപ്പോഴും നമ്മൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഉറപ്പായിട്ട് മുൻപിൽ കണ്ടുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, പ്രിപ്പയർ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ നോക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളാണ്: പാർലമെൻ്ററി ജനാധിപത്യ ഭരണം എന്ന് വെച്ചാൽ രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ എന്ത് ചെയ്യുന്നു, നിയന്ത്രിക്കുന്നു. അങ്ങനെ ഒരു പാർലമെൻ്ററി ജനാധിപത്യ ഭരണമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു സവിശേഷതയാണത്. ജനങ്ങളുടെ പരമാധികാരം, രാഷ്ട്രത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് ജനങ്ങളിലാണ്. മൗലിക അവകാശങ്ങൾ, ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങളായ മൗലിക അവകാശങ്ങൾ. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ പൗരന്മാർക്ക് 6 മൗലിക അവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്. മൗലിക കടമകൾ,
ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ. മാർഗനിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, DPSP എന്ന് പറയും. സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായിട്ട് രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളാണെന്ത്? മാർഗനിർദ്ദേശക തത്വങ്ങൾ. അടുത്തത് എന്താണ്? നിയമവാഴ്ച. എല്ലാ പൗരനും നിയമത്തിന് വിധേയരാണെന്നും ആരും നിയമത്തിന് എന്താണ്? അതീതരല്ല എന്നും പറയുന്നതാണെന്ത്? നിയമവാഴ്ച. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. എന്താണ്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥയാണ് അടുത്തത്. നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനം. അപ്പം എന്തൊക്കെയാണ്? പാർലമെൻ്ററി ജനാധിപത്യം, ജനങ്ങളുടെ പരമാധികാരം, മൗലിക അവകാശങ്ങൾ, മൗലിക കടമകൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ, നിയമവാഴ്ച, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, അതുപോലെ ഫെഡറലിസം, ഏകപൗരത്വം. ഇത്രയുമാണ് എന്ത്? ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകതകൾ. ഒന്നും കൂടി നമുക്കത് നോക്കാം. അതിനു മുൻപ് ഫെഡറലിസം എന്ന് പറഞ്ഞാൽ എന്താ? അധികാരം കേന്ദ്രത്തിലും സംസ്ഥാനങ്ങൾക്കുമായിട്ട് വിഭജിച്ചു നൽകുന്ന സംവിധാനമാണ് ഫെഡറലിസം. അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് വിഭജിച്ചു നൽകുന്ന സംവിധാനമാണ് ഫെഡറലിസം. ഏകപൗരത്വം. രാജ്യത്ത് ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ, സംസ്ഥാനങ്ങൾക്കായിട്ട് പ്രത്യേക പൗരത്വമില്ല. ഇന്ത്യൻ പൗരൻ എന്നൊറ്റ പൗരത്വം മാത്രമാണ് ഇന്ത്യൻ സിറ്റിസൺസിനുള്ളത്. മറിച്ച് നമ്മൾ കേരളത്തിൻ്റെ പൗരനാണ്, പിന്നെ ഇന്ത്യയുടെ പൗരനാണ്, അങ്ങനെയുള്ളതില്ല. നമ്മുടെ ഇവിടെയൊക്കെ ഉള്ളത് എന്താ? ഇന്ത്യയിലുള്ളത് ഏക പൗരത്വം, അഥവാ സിംഗിൾ സിറ്റിസൺഷിപ്പാണ്. മറ്റ് ചില രാജ്യങ്ങളിൽ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഉണ്ട്. അപ്പം നമ്മുടെ രാജ്യത്തുള്ളത് ഏക പൗരത്വമാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകതകളാണ് ഫെഡറലിസം, ഏക പൗരത്വം, പാർലമെൻ്ററി ജനാധിപത്യ ഭരണം, ജനങ്ങളുടെ പരമാധികാരം, മൗലിക അവകാശങ്ങൾ, മൗലിക കടമകൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ, നിയമവാഴ്ച, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. ഭരണഘടനയുടെ ധർമ്മങ്ങളാണ് നമ്മളിനി നോക്കുന്നത്. പൗരന്മാരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു. അതെന്താണ്? ഭരണഘടനയുടെ ഒരു ധർമ്മമാണ്. ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു. രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു. രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായിട്ട് നിലകൊള്ളുന്നു. സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനുമെതിരെ സംരക്ഷണ കവചമായിട്ട് വർത്തിക്കുന്നു. രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുന്നു. നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ധർമ്മങ്ങളാണ് പൗരന്മാരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുക, ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുക, രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുക, സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായിട്ടുള്ള സംരക്ഷണ കവചമായിട്ട് വർത്തിക്കുക, രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായിട്ട് നിലകൊള്ളുക, നാനാത്വത്തിൽ ഏകത്വം എന്ത് ചെയ്യുക? സംരക്ഷിക്കുക, രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നത് എന്നെന്ത് ചെയ്യുക? ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് ഭരണഘടനയുടെ ധർമ്മങ്ങൾ. ഇനി ഇത് നമ്മുടെ SCERT പാഠഭാഗത്തിലുള്ള ചെറിയൊരു ഒരു ചിത്രമാണ്. നമ്മൾ അമെൻമെൻറ്റുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ആ സമയത്ത് ഇത് വളരെ വ്യക്തമായിട്ട് പറയാം നമുക്ക്. ഇപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നോക്കൂ, 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. 1951 ആദ്യത്തെ ഒന്നാമത്തെ അമെൻമെൻറ്റ്. അത് പട്ടികകളുടെ എണ്ണം 9 മാറി. ഭരണഘടന നിലവിൽ വരുമ്പോൾ 8 ഷെഡ്യൂളുകളായിരുന്നു ഉണ്ടായിരുന്നത് 1950. 51 ആയപ്പോഴേക്കും അത് 9 ഷെഡ്യൂളുകളായിട്ട് മാറി. അത് കഴിഞ്ഞ് അതൊരു പ്രധാനപ്പെട്ട ഭേദഗതിയാണ്.
ഇതിനിടയിൽ ധാരാളം ഭേദഗതികൾ പിന്നീട് അങ്ങോട്ട് ഉണ്ടാവുന്നുണ്ട്. നമ്മൾ പ്രധാനപ്പെട്ടതാണ് പറയുന്നത്. 42ാം ഭരണഘടനാ ഭേദഗതി 1976 മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 42ാം ഭരണഘടനാ ഭേദഗതിയിലാണ് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തത്. പിന്നീട് എന്താണ് 44ാം ഭരണഘടനാ ഭേദഗതി 1978 44ാം ഭരണഘടനാ ഭേദഗതി നോക്കിയാൽ സ്വത്തവകാശം മൗലിക അവകാശമല്ലാതെയായിട്ട് മാറി. പിന്നീട് എന്താണ് ആർട്ടിക്കിൾ 300A എന്താണ് അത് ഒരു നിയമ അവകാശമായിട്ട് മാറി. അതൊരു സ്വത്തവകാശമല്ല. ആർട്ടിക്കിൾ 300A പിന്നീട് മാറ്റപ്പെട്ടത്. 73-74 ഭേദഗതികൾ 92 അതിൽ പഞ്ചായത്തി രാജ്, നഗരപാലിക നിയമങ്ങൾ വന്നു. 86ാം ഭേദഗതിയിലേക്ക് വന്നാൽ 2002 എന്താണ് വിദ്യാഭ്യാസം മൗലിക അവകാശമായിട്ട് മാറി. 2016 101ാം ഭരണഘടനാ ഭേദഗതി ചരക്കു സേവന നികുതിയാണ്. 101ാം ഭരണഘടനാ ഭേദഗതി. നമുക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതികൾ എപ്പോഴൊക്കെയാണ് ഉണ്ടായത്, ഓരോ ഭേദഗതിയുടെയും ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം. പിന്നീട് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് എന്താണ് 1973 കാസർഗോഡ് ഇടനീർ മഠത്തിൻ്റെ അധിപനായിരുന്ന കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസിലായിരുന്നു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ല എന്ന് സുപ്രീം കോടതി വിധിച്ചത്. 1973 കാസർഗോഡ് എടനീർ മഠത്തിൻ്റെ അധിപനായിരുന്ന കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസിലായിരുന്നു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ എന്താണ് യാതൊരു മാറ്റവും വരുത്താൻ പാടില്ല എന്ന് സുപ്രീം കോടതി വിധിച്ചത്. ഇനി ചെറുഭരണഘടന അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. എന്താണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ? 1976 42ാം ഭേദഗതി വഴിയാണ് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തത്. ഭരണഘടനയിൽ വേറെയും ചില മാറ്റങ്ങൾ ഈ ഭേദഗതിയിലൂടെ വരുത്തിയിരുന്നു. സുപ്രധാനമായ നിരവധി മാറ്റങ്ങൾ വരുത്തിയതിനാൽ ഈ ഭേദഗതിയെ എന്താണ് ചെറുഭരണഘടന അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. നിരവധി പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരുത്തിയത് കൊണ്ടാണ് ഈ ഭേദഗതിയെ നമ്മൾ ചെറുഭരണഘടന അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയത്. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കപ്പെട്ടത് 2002 86ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഈ വ്യവസ്ഥകൾ ഭരണഘടനയിൽ 21A വകുപ്പുമായിട്ട് ചേർത്തിട്ടുണ്ട്. ഈ ഭേദഗതി അനുസരിച്ച് 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009. 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതാണ് പ്രസ്തുത നിയമം. അപ്പോൾ എന്താണ് 2002 86ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് വിദ്യാഭ്യാസം മൗലികം അവകാശമാക്കപ്പെട്ടത്. അങ്ങനെ 2009 എന്താണ് വിദ്യാഭ്യാസ അവകാശ നിയമം വന്നു. ഇത് 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതാണ് ഈ നിയമം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് SCERT പാഠഭാഗത്തിൽ എന്താണ് പ്രധാനമായിട്ട് ഭരണഘടനയുടെ അടിസ്ഥാന കാര്യങ്ങൾ എന്ന തരത്തിൽ പറയുന്നത്. ഞാൻ വീണ്ടും പറയുകയാണ്, എന്താണ് നമ്മൾ ഇതിനു മുൻപ് ചെയ്തിട്ടുള്ള 1-2 വീഡിയോ ഉണ്ട് ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട്. അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റിൽ നോക്കുക. പ്ലേലിസ്റ്റിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുള്ള ആ വീഡിയോയും കൂടി എന്ത് ചെയ്യുക കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്തുകൊണ്ടാണ് ഇത്രയും ബേസിക്കായ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഇങ്ങനെ SCERT പാഠഭാഗം വെച്ചൊരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ നമ്മൾ പ്രതീക്ഷിക്കണം. അതുകൊണ്ട് നമുക്കൊരു അറിവും എന്താണ് മോശമല്ല, ചെറുതുമല്ല. ഒരു ചെറിയ അറിവായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഒരു മാർക്കിനെ എന്ത് ചെയ്യുന്നത് നഷ്ടപ്പെടുത്തുന്നതും ചെറിയൊരു അറിവായിരിക്കും നമുക്ക് നേടിയെടുക്കാൻ സഹായിക്കുന്നതും. ചെറിയൊരു കാര്യം അത് അറിയില്ലെങ്കിൽ ഒരു മാർക്ക് പോയി, പക്ഷേ തീരെ ചെറിയൊരു കാര്യമാണ് അതറിയാമെങ്കിൽ നമുക്ക് എന്താണ് ഒരു മാർക്കാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക എല്ലാ കാര്യങ്ങളും അതിൻ്റെ ശ്രദ്ധയോട് കൂടിയിട്ട് പഠിക്കാൻ വേണ്ടി നോക്കുക.
കൂടുതൽ ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം.